ആ കൈലാഷ്, നീ എന്താ കണ്ണെന്ന് പറഞ്ഞ? കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇൻക്രിമെന്റിന് അർഹരായ സ്റ്റാഫുകൾക്ക് 6 മാസത്തിന് ശേഷം കൊടുക്കാനുള്ള ശമ്പളം ബോണസായി നൽകാമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നോ? പിന്നെ അതൊക്കെ നല്ല വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. അത് മനസ്സിലാക്കാതെയാണ് സ്റ്റാഫുകൾ സ്ട്രൈക്ക് തുടങ്ങിയത്. ഇത്രയും കാലം ശമ്പളവും ബോണസൊക്കെ കൊടുത്ത കമ്പനി അവർക്ക് വിശ്വാസമില്ലാത്രേ. എന്ത് ചെയ്യാനല്ലേ? എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. നീ എനിക്കത് ക്ലിയർ ചെയ്ത് തരണം. ഓഫ് കോഴ്സ്, നീ ചോദിക്കേ. നീ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിന്റെ വീട്ടിലെ ജോലിക്കാരിയോട് ബെഡ് കോഫി ചോദിച്ചെന്ന് വെക്ക. അവര് നിനക്ക് നല്ല അടിപൊളി ചായ ഇട്ട് തന്നെന്ന് വെക്ക. നീ അവരോട് കാപ്പിയാണ് ചോദിച്ചതെന്ന് ഓർമ്മിപ്പിച്ചപ്പോ അവര് നിന്നോട് പറയാ, സാറേ ഇത് കണ്ട ചായ പോലെ ഇരിക്കുന്നേ ഉള്ളൂ, ഇത് കാപ്പിയാണ്, വേഗം കുടിച്ചിട്ട് ജോലിക്ക് പൊയ്ക്കോളൂന്ന്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നീ അത് കുടിച്ചിട്ട് ഓഫീസിലേക്ക് പോകാൻ കാറി കയറി. ഡ്രൈവറിനോട് നിന്നെ സിറ്റി സെന്ററിലുള്ള ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ നീ പറഞ്ഞു. പക്ഷേ അയാൾ നിന്നെ നേരെ കമ്പനിയിലേക്ക് കൊണ്ടിറക്കി വിട്ടു. നീ ചോദിക്കുമ്പോ കമ്പനിയിൽ ഇറക്കി വിടാനാണ് സാറ് പറഞ്ഞെന്ന് ഡ്രൈവർ പറയുന്നു. ഇങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ നീ പറഞ്ഞ ജോലികൾ ചെയ്യാതെ നിനക്ക് വേണ്ടി ജോലി ചെയ്യുന്നവര് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് നടന്നാൽ നിനക്ക് എന്ത് തോന്നും? അവരെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ നീ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പറഞ്ഞെന്ന് വരുത്തി തീർത്ത് നിന്റെ ബുദ്ധിയെ ചോദ്യം ചെയ്യുമ്പോ നിനക്ക് ദേഷ്യം വരില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ എന്തിനെ പറ്റി സംസാരിക്കുന്നത്? നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ച് കൂടെ നിർത്തുന്നവര് വിശ്വാസവഞ്ചന കാണിച്ചാൽ എന്തുമാത്രം ബുദ്ധിമുട്ട് തോന്നും? അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. മനസ്സിലായി. ആ പാറും പ്രിയനും നിന്നോട് കാണിച്ച വിശ്വാസവഞ്ചനയുടെ കാര്യമല്ലേ? അതൊരിക്കലും ക്ഷമിക്കരുത്. പ്രിയനും പാർവതിയും മാത്രമല്ല എന്നെ ചതിച്ചത്, പിന്നെ നീയും മുക്തയും അത് തന്നെയാ ചെയ്തത്.